ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. 1 എത്ര? കുട്ടികൾ പറഞ്ഞു 2. അപ്പോൾ 2 എത്ര? അതിനും കുട്ടികൾ പറഞ്ഞു 4. ടീച്ചർ അടുത്തും ചോദിച്ചു 3 എത്രയാ? ഇത് കേട്ട മേരി ടെൻഷനായി. 3 ശരിക്കും? ഇതെന്ത് സ്കൂളാണ്? എല്ലാവർക്കും അറിയാം 3 6 അപ്പോൾ ടീച്ചർ, അനുവാദമില്ലാതെ ആരും സംസാരിക്കരുത്, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുക, മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുട്ടികൾ മനസ്സിലായി എന്ന് പറയും. എന്നിട്ട് ടീച്ചർ മേരിയോട് എണീക്കാൻ പറയും. നിനക്കെല്ലാം അറിയാമെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പറയും. 9 + 8 എത്രയാ? മേരി പറഞ്ഞു 17. അവൾ അത് കറക്റ്റായി പറഞ്ഞു. അപ്പോൾ ടീച്ചർ 15 + 17 32. അതും കറക്റ്റായി പറഞ്ഞു. ടീച്ചർ അവളെ ഒന്ന് കുഴപ്പിക്കാമെന്ന് കരുതി ടീച്ചർ അവളോട് 57 + 135 192. അങ്ങനെ അതും അവൾ കറക്റ്റായി പറയും. അതോടെ ടീച്ചറിന് മേരിയെ ഏകദേശം മനസ്സിലായി. അപ്പോൾ ടീച്ചർ ഒന്നുകൂടെ ചോദിച്ചു 57 135 ഗുണിതം എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ മേരി കുറച്ചൊന്ന് സ്റ്റക്കായി. ടീച്ചർ മേരിയോട് കുഴപ്പമില്ല, ഇരുന്നോളൂ എന്ന് പറയും. ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് മേരി വിളിച്ചു പറയും 7695. ടീച്ചർ ഒന്ന് ഞെട്ടി. എന്നിട്ട് കാൽക്കുലേറ്റർ എടുത്ത് നോക്കുന്നു. മേരി അതിന്റെ സ്ക്വയർ റൂട്ടും പറഞ്ഞു 87.7. ഒരു 7 വയസ്സായ കുട്ടിയിൽ നിന്നും ടീച്ചർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയായിരുന്നു അത്. അങ്ങനെ ഈ കാര്യം ടീച്ചർ അടുത്ത ക്ലാസ്സിലെ ടീച്ചറിനോട് പറയുന്നു. എന്റെ ക്ലാസ്സിൽ വെറൈറ്റി ആയിട്ടൊരു കുട്ടിയുണ്ടെന്ന് പറയും. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ ടീച്ചർ പറയും എന്റെ ക്ലാസ്സിലെ 27 കുട്ടികളും വെറൈറ്റി ആണെന്ന്. അപ്പോൾ അവരുടെ ക്ലാസ്സിലേക്ക് പ്രിൻസിപ്പാൾ വരുന്നു. ടീച്ചർ കുട്ടികൾക്ക് ഇതാണ് നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇത് കേട്ട മേരി കൈപൊക്കി എഴുന്നേറ്റു. ഇതാണോ നിങ്ങളുടെ ബോസ്? എങ്കിൽ ഫോൺ എടുത്ത് ഫ്രാങ്കിനെ വിളിച്ച് എന്നെ വൃത്തികെട്ട സ്കൂളിൽ നിന്നും വിളിച്ചുകൊണ്ട് പോകാൻ പറ. ഇത് കേട്ട പ്രിൻസിപ്പാളും ടീച്ചറും എല്ലാവരും ഷോക്കായി നിന്നു.